Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് AC വോൾട്ടേജ് അപ്ലൈഡ് അക്രോസ് എ റെസിസ്റ്റർ. ഒരു റെസിസ്റ്റർ എടുത്തു, ആ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് AC വോൾട്ടേജ് അപ്ലൈ ചെയ്തു. അപ്പോൾ അതിലൂടെ ഒഴുകുന്ന AC കറണ്ടിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. അതായിരുന്നു നമ്മൾ ചെയ്തത്. നമ്മൾ അപ്ലൈ ചെയ്ത AC വോൾട്ടേജ് V = Vm sin omega t ആയിരുന്നു. നമ്മൾ കറണ്ടിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് I = Im sin omega t. പിന്നെ അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വരച്ചു. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വരച്ചപ്പോഴത്തേക്ക് നമുക്ക് ഗ്രാഫ് ഈ രീതിയിലാണ് കിട്ടിയേക്കുന്നത്. അതായത് ഈ ബ്ലൂ ലൈൻ വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്തു, ഗ്രേ ലൈൻ കറണ്ടിനെ റെപ്രസെന്റ് ചെയ്തു. ഇവിടെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പോൾ കറണ്ടിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയപ്പോൾ അതിന്റെ ഫേസിന് ചേഞ്ച് ഇല്ല. രണ്ടിന്റെയും സൈൻ ഒമേഗ ടി ആണ് കിട്ടിയേക്കുന്നത്. അതായത് ഫേസിന് യാതൊരു ചേഞ്ച് ഇല്ല. അപ്പോൾ ഫേസ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫേസ് ചേഞ്ച് എന്ന് പറയുന്നത് വോൾട്ടേജ് പീക്കിലെത്തുമ്പോൾ കറണ്ടും ആ സെയിം ടൈമിൽ തന്നെ പീക്കിലെത്തും. വോൾട്ടേജ് സീറോയിലാകുമ്പോൾ കറണ്ടും സീറോയിലായി. വോൾട്ടേജ് നെഗറ്റീവ് പീക്കിലെത്തുമ്പോൾ കറണ്ടും നെഗറ്റീവ് പീക്കിലെത്തും. അപ്പം ഒരേപോലെയാണ് രണ്ടും മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ സെയിം ഫേസ് ആണ് കറണ്ടും വോൾട്ടേജും എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പഠിച്ചത് എഫക്റ്റീവ് വാല്യൂ ഓർ RMS വാല്യൂ. എന്തായിരുന്നു എഫക്റ്റീവ് വാല്യൂ ഓർ RMS വാല്യൂ എന്ന് പറയുന്നത്? AC കറണ്ടിന് ഈക്വലന്റ് ആയിട്ടുള്ള DC കറണ്ട്. എന്തായിരുന്നു അതിന്റെ ഡെഫിനിഷൻ? റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് ആൻ AC is defined as that steady current which produces the same amount of heat in a conductor in a certain time interval as it is produced by AC in the same conductor during the same ടൈം പീരീഡ്. അതായത് ഒരു കണ്ടക്ടർ എടുത്തു, ആ കണ്ടക്ടറിലേക്ക് നമ്മളൊരു AC കറണ്ടിനെ ഫ്ലോ ചെയ്യിച്ചു. അപ്പോൾ അതിൽ നിന്നും ഹീറ്റ് എനർജി ഉണ്ടാവും. ആ ഹീറ്റിനെ മെഷർ ചെയ്തു. ഈ സെയിം കണ്ടക്ടറിലൂടെ സെയിം ടൈം ഇൻ്റർവെല്ലിലേക്ക് അല്ലെങ്കിൽ സെയിം ടൈം ഡ്യൂറേഷനിൽ നമ്മൾ ഒരു DC കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സെയിം ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യണം. അതിനാവശ്യമായ എത്ര DC കറണ്ട് നമ്മൾ അതിലേക്ക് ഫ്ലോ ചെയ്യിക്കണം എന്നുള്ളതാണ് DC ഈക്വലന്റ് ഓഫ് AC. അതിനെയാണ് നമ്മൾ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? കറണ്ടിന്റെ ഇക്വേഷൻ I = Im sin omega t. നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ നേരെ തിരിച്ച് ചെയ്യണം. ആദ്യം സ്ക്വയർ ചെയ്യണം, പിന്നെ മീൻ എടുക്കണം, പിന്നെ സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പം നമുക്ക് ആദ്യം അതിനെ സ്ക്വയർ ചെയ്തു. IM-നെ സ്ക്വയർ ചെയ്തപ്പോൾ IM സ്ക്വയർ എന്ന് കിട്ടി. സൈൻ ഒമേഗ ടിയെ സ്ക്വയർ ചെയ്തപ്പോൾ സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് കിട്ടി. പിന്നെ അതിന്റെ ആവറേജ് വാല്യൂ എടുത്തു. പിന്നെ അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു. സൈൻ സ്ക്വയർ ഒമേഗ ടിയുടെ വാല്യൂ 1/2 ആണ്. അതുകൊണ്ട് നമുക്ക് IRMSന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? Im ഡിവൈഡ് ബൈ റൂട്ട് 2. അതേപോലെ തന്നെ VRMS വോൾട്ടേജിന് കറസ്പോണ്ടിങ് AC വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള DC വാല്യൂ, അതാണ് VRMS എന്ന് പറയുന്നത്. അപ്പോൾ VRMSന്റെ ഇക്വേഷനും Vm ഡിവൈഡ് ബൈ റൂട്ട് 2. അപ്പോൾ Im = Im ഡിവൈഡ് ബൈ റൂട്ട് 2 ആൻഡ് VRMS = Vm ഡിവൈഡ് ബൈ റൂട്ട് 2. അതാണ് RMS വാല്യൂ. ഓക്കെ. NCERT solved 7.1 ക്വസ്റ്റ്യൻ ഒന്ന് കോപ്പി ചെയ്തേ. A light bulb is rated as 100 watt for a 220 volt supply. Find the resistance of the bulb.
B, the peak voltage of the source. C, the RMS current through the bulb. ഒരു ബൾബ് തന്നിട്ടുണ്ട്. ആ ബൾബിന്റെ പവർ 100 വാട്ട്സ് ആണ്. അതിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 220 വോൾട്ട് ആണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ 220 വോൾട്ട് എന്ന് പറയുന്നത് AC വോൾട്ട് ആണെങ്കിൽ അത് RMS വാല്യൂ ഓഫ് AC ആയിരിക്കും നൽകുക. അപ്പോൾ RMS വാല്യൂ ആണ് 220 വോൾട്ട് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ എഴുതുക. ഫസ്റ്റ് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പവർ നൽകിയിട്ടുണ്ട്. പവറിന്റെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എഴുതാം. റെസിസ്റ്റൻസ് ഈക്വൽ ടു V സ്ക്വയർ ബൈ P എന്ന് എഴുതാം. അതെങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ പവറിന്റെ ഇക്വേഷൻ P ഈസ് ഈക്വൽ ടു V ഇൻറ്റു I. P ഈസ് ഈക്വൽ ടു V ഇൻറ്റു I എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അവിടെ വിയുടെ വാല്യൂ, V എന്ന് പറയുന്ന ഓംസ് ലോ അനുസരിച്ച് V ഈസ് ഈക്വൽ ടു IR ആണ്. അതിൽ നിന്നും ഐയുടെ ഇക്വേഷൻ I ഈസ് ഈക്വൽ ടു V ബൈ R ആണ് ഓംസ് ലോ അനുസരിച്ച്, അല്ലേ? അപ്പോൾ ഐയുടെ വാല്യൂ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് P ഈസ് ഈക്വൽ ടു V സ്ക്വയർ ബൈ R എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു V സ്ക്വയർ ബൈ P. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ് R ഈസ് ഈക്വൽ ടു V സ്ക്വയർ ബൈ P. കാരണം നമുക്ക് ഇവിടെ വോൾട്ടേജും പവറും ആണ് നൽകിയിട്ടുള്ളത്, കറണ്ട് നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് കറണ്ടിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്തത്. അപ്പോൾ കറണ്ടിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പവറിന്റെ ഇക്വേഷൻ P ഈസ് ഈക്വൽ ടു V സ്ക്വയർ ബൈ R ആണ്. അതിൽ നിന്നും ആറിന്റെ ഇക്വേഷൻ എഴുതാം. R ഈസ് ഈക്വൽ ടു V സ്ക്വയർ ബൈ P. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ച് എത്രയായിട്ട് നോക്കിയേ. ആൻസർ കിട്ടിയത് ഒരു ചാറ്റ് ബോക്സിലോട്ട് ഇട്ടോളൂ. ഓക്കെ, റൈറ്റ് റീച്ചൽ 484 ohm. Yes, Nora, 484 ohm. The answer is right, 484 ohm. Next we have to find out the peak voltage. ഇവിടെ RMS വാല്യൂ നൽകിയിട്ടുണ്ട്. RMS വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ RMS വാല്യൂ ഓഫ് വോൾട്ടേജ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പീക്ക് വോൾട്ടേജ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. പീക്ക് വോൾട്ടേജ് RMS വാല്യൂവിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയല്ലോ. ഇപ്പോൾ എന്തായിരുന്നു? VRMS ഈസ് ഈക്വൽ ടു VM ഡിവൈഡ് ബൈ √2. അതിൽ നമുക്ക് VM ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. VM കണ്ടുപിടിച്ചേ. VM ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു VRMS. എത്ര കിട്ടും? $311 volt എന്ന് കിട്ടും. 311 volt. The peak voltage will get as 311 volts. Next we have to find out the RMS value of current. RMS value of current എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ VRMS നൽകിയിട്ടുണ്ട്. IRMS കണ്ടുപിടിക്കണം. പവർ നമുക്കറിയാം. അപ്പം ഈ ഇക്വേഷൻ കൊടുത്താൽ മതി. പവർ ഈസ് ഈക്വൽ ടു VI. അതിൽ നിന്ന് നമുക്ക് IRMS കണ്ടുപിടിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു AC കറണ്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ I ആയിട്ടും DC കറണ്ടിനെ റെപ്രസെന്റ് ചെയ്ത് ക്യാപിറ്റൽ I ആയിട്ടാണ്. RMS വാല്യൂവിനെ നമുക്ക് IRMS എന്ന് എഴുതാം, അല്ലെങ്കിൽ വെറുതെ I എന്ന് എഴുതിയാലും അത് RMS വാല്യൂ ആണ്. ബിക്കോസ് RMS വാല്യൂ എന്ന് പറയുന്നത് DC ഈക്വലന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് IRMS എന്ന് എഴുതാം, അല്ലെങ്കിൽ I എന്ന് എഴുതാം. IRMS ഈസ് ഈക്വൽ ടു പവർ ഡിവൈഡ് ബൈ VRMS ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. VRMS തന്നിട്ടുണ്ട്.
VRMS തന്നിട്ടുണ്ട്. അപ്പോൾ IRMS നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. Okay, the answer is 0.45 ampere. 0.45 ampere. അടുത്തത് നമുക്ക് പവർ ഇൻ എ സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ only. പവർ ഇൻ എ റെസിസ്റ്റർ കണ്ടെയ്നിങ് സർക്യൂട്ട് only. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എന്താണെന്ന് ഞാൻ ഒന്ന് ബ്രീഫ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഒരു റെസിസ്റ്റർ എടുത്തു. റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് AC വോൾട്ടേജ് അപ്ലൈ ചെയ്തു. അപ്പോൾ അതിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ഇക്വേഷൻ എഴുതും. ഓക്കെ, എന്നിട്ട് ആ കറണ്ടും വോൾട്ടേജും തമ്മിൽ സെയിം ഫേസ് ആണോ ഔട്ട് ഓഫ് ഫേസ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് അതിന്റെ ഗ്രാഫ് ഒക്കെ വരയ്ക്കും. പിന്നീട് നമ്മൾ അതിന്റെ ആ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന പവറിന്റെ ഇക്വേഷൻ എഴുതും. പവർ. ഓക്കെ, അപ്പോൾ ഈ റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടിലെ പവറിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ കപ്പാസിറ്റർ മാത്രമുള്ള ഒരു സർക്യൂട്ട് എടുക്കും. ആ കപ്പാസിറ്റർ മാത്രമുള്ള സർക്യൂട്ടിലും നമ്മൾ ഒരു AC വോൾട്ടേജ് അപ്ലൈ ചെയ്യും. ആ കപ്പാസിറ്ററിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കും. അവിടെയും ഫേസിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, സെയിം ആണോ എന്നുള്ള കാര്യമൊക്കെ ചെക്ക് ചെയ്ത് അതിന്റെ ഗ്രാഫ് വരയ്ക്കും. അതിനുശേഷം അതിൽ ആ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കപ്പാസിറ്റർ മാത്രമുള്ള സർക്യൂട്ടിൽ ഉണ്ടാകുന്ന പവറിന്റെ ഇക്വേഷൻ എഴുതും. മൂന്നാമത് നമ്മൾ ചെയ്യുന്നത് ഒരു ഇൻഡക്ടറിന് അക്രോസ് ആയിട്ട് ഒരു AC വോൾട്ടേജ് അപ്ലൈ ചെയ്യും. അതിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കും. അവിടെയും നമ്മൾ ഫേസിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് അതിന്റെ ഗ്രാഫ് വരയ്ക്കും. അതിനുശേഷം അവിടെ ഉണ്ടാകുന്ന ആ സർക്യൂട്ടിൽ ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ടിൽ ഉണ്ടാകുന്ന പവറിന്റെ ഇക്വേഷൻ ഇതേ രീതിയിൽ കണ്ടുപിടിക്കും. നാലാമത് നമ്മൾ ചെയ്യുന്നത് ഇത് മൂന്നും കൂടെ ഉള്ള ഒരു സർക്യൂട്ട്, എല്ലും അതായത് ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അവിടെ ഒരു വോൾട്ടേജ് AC വോൾട്ടേജ് അപ്ലൈ ചെയ്യും. അതിലൂടെ ഒഴുകുന്ന കറണ്ട് ഇക്വേഷൻ കണ്ടുപിടിക്കും. ഫേസിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും. അവിടെയും പവറിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കും. അപ്പം ഈ പ്രോസസ്സാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്തു, റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്തു, കറണ്ടിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു, ഫേസിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കി, ഫേസിന് ചേഞ്ച് ഇല്ല, സെയിം ഫേസ് ആണെന്ന് മനസ്സിലാക്കി അതിന്റെ ഗ്രാഫ് വരച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പവർ ഇൻ എ സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ only. ഇൻസ്റ്റന്റേനിയസ് പവർ. ഇവിടെ രണ്ട് തരം പവറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇൻസ്റ്റന്റേനിയസ് പവറും ആവറേജ് പവറും. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് പവർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ പവർ. ആ ഇൻസ്റ്റന്റേനിയസ് പവറിന്റെ ഇക്വേഷൻ നമുക്ക് P = I²R എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. I²R. ഇവിടെ I എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത AC വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പോൾ അതിലൂടെ ഒഴുകുന്ന AC കറണ്ട് ആണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് ഇങ്ങനെയായിരുന്നു, Im sin ωt എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ I² ആണ്. അപ്പോൾ Im² sin² ωt ഇൻറ്റു R. ഓക്കെ, അപ്പോൾ പവറിന്റെ ഇക്വേഷൻ കിട്ടി Im² R sin² ωt. That is the equation for instantaneous power. അടുത്ത നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ആവറേജ് പവർ ഡിസിപ്പേറ്റഡ് ഓവർ എ സൈക്കിൾ. ഒരു സൈക്കിളിൽ എന്തുമാത്രം പവർ ഡിസിപ്പേറ്റ് ചെയ്യും എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ആവറേജ് ആണെന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് മുകളിൽ ഒരു വര വരച്ചിരിക്കുന്നത്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇൻസ്റ്റന്റേനിയസ് പവറിന്റെ മുകളിൽ വരയില്ല. ഇവിടെ ആവറേജ് പവർ എഴുതിയപ്പോൾ പവറിന്റെ മുകളിൽ പിയുടെ മുകളിൽ ഒരു വര വരച്ചത് ആവറേജ് പവർ ആണെന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ആവറേജ് പവർ എടുക്കണം. അപ്പോൾ നമുക്ക് ഈ I²Rന്റെ ആവറേജ് വാല്യൂ ആണ് എടുക്കേണ്ടത്. I²Rന്റെ ആവറേജ് വാല്യൂ എടുക്കണം. അപ്പോൾ I²R എന്ന് പറയുന്നത് Im² R sin² ωt ആണെന്ന് എഴുതി അതിന്റെ ആവറേജ് വാല്യൂ എടുക്കണം. ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യാത്ത ഫാക്ടേഴ്സ് ഇവിടെ കോൺസ്റ്റൻസ് ആണ്. അതായത് Im കോൺസ്റ്റന്റ് ആണ്. ടൈമിനനുസരിച്ച് പീക്ക് വാല്യൂ ചേഞ്ച് ആകത്തില്ല. പീക്ക് വാല്യൂ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അതുപോലെ റെസിസ്റ്റർ
റെസിസ്റ്ററിന്റെ വാല്യൂം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അത് രണ്ടും നമുക്ക് പുറത്തെടുക്കാം. പിന്നെ ആവറേജ് എടുക്കേണ്ടത് എന്തിന്റെ കേസ് മാത്രമാണ്? ടൈമിനെ ഡിപ്പെൻഡ് ചെയ്ത ഫാക്ടറായ സൈൻ സ്ക്വയർ ഒമേഗ ടിയുടെ മാത്രം ആവറേജ് എടുത്താൽ മതി. ആവറേജ് വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി എത്രയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ആവറേജ് വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി, ആവറേജ് വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് പറയുന്നത് 1/2 ആണെന്ന് നമ്മൾ പഠിച്ചു. 1/2 ആവറേജ് വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി ഈസ് 1/2. അങ്ങനെയാണെങ്കിൽ ഈ സൈൻ സ്ക്വയർ ഒമേഗ ടിക്ക് പകരം നമുക്ക് 1/2 എന്ന് കൊടുക്കാം. അപ്പോൾ ആവറേജ് പവറിന്റെ ഇക്വേഷൻ കിട്ടി. ആവറേജ് പവർ ഈസ് ഈക്വൽ ടു 1/2 Im സ്ക്വയർ r. ആവറേജ് പവർ ഈസ് ഈക്വൽ ടു 1/2 Im സ്ക്വയർ r. ഇതാണ് ആവറേജ് പവറിന്റെ ഇക്വേഷൻ. ഇൻസ്റ്റന്റീനിയസ് പവറിന്റെ ഇക്വേഷൻ Im സ്ക്വയർ r സൈൻ സ്ക്വയർ ഒമേഗ ടി ആണ്. എന്നാൽ ആവറേജ് പവറിന്റെ ഇക്വേഷൻ 1/2 Im സ്ക്വയർ r. ഇനി RMS വാല്യൂവിന്റെ ടേമിൽ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം. RMS വാല്യൂവിന്റെ ടേമിൽ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആവറേജ് പവർ ഈസ് ഈക്വൽ ടു ഹാഫ് Im സ്ക്വയർ r നെ നമുക്ക് ഇങ്ങനെ എഴുതാം, IRMS സ്ക്വയർ ഇൻറ്റു r എന്ന് എഴുതാം. എങ്ങനെയാണ് IRMS സ്ക്വയർ ഇൻറ്റു r എന്ന് എഴുതുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചു. IRMS എന്ന് പറയുന്നത് Im ഡിവൈഡഡ് ബൈ √2 ആണ്. Im ഡിവൈഡഡ് ബൈ √2. അപ്പോൾ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? IRMS സ്ക്വയർ എന്ന് പറയുന്നത് Im സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാം അല്ലേ? Im സ്ക്വയർ ഡിവൈഡ് ബൈ 2. Im സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് എന്തിന് ഈക്വലന്റ് ആണ്? IRMS സ്ക്വയറിന് ഈക്വലന്റ് ആണ്. അതുകൊണ്ട് ഈ ടേമിന് പകരം നമുക്ക് എന്തെഴുതാം? IRMS സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ആവറേജ് പവർ ഈസ് ഈക്വൽ ടു IRMS സ്ക്വയർ ഇൻറ്റു r എന്ന് എഴുതാം. ഓക്കെ, അത് തന്നെ ആവറേജ് പവർ ഈ ഇക്വേഷന് ഓംസ് ലോ ഒബേ ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് ആവറേജ് പവർ ഈസ് ഈക്വൽ ടു VRMS ഇൻറ്റു IRMS എഴുതാം. VRMS ഇൻറ്റു IRMS. അപ്പോൾ ആവറേജ് പവറിന്റെ ഇക്വേഷൻ DC-യുടെ ഈക്വലന്റ് ആയിട്ട് നമുക്ക് കിട്ടി. DC-ക്ക് ഈക്വലന്റ് ആയിട്ട് ആവറേജ് പവർ നമുക്ക് കിട്ടി. V ഇൻറ്റു I ആണ് DC ഈക്വലന്റ് ആയിട്ട് പറഞ്ഞത്. ഇവിടെയും നമുക്ക് ആവറേജ് പവറിന്റെ ഇക്വേഷൻ VRMS ഇൻറ്റു IRMS കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പം പവർ ഇൻ എ സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഓൺലി, പവർ ഇൻ എ സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഓൺലി, ഇൻസ്റ്റന്റേനിയസ് പവറിന്റെ ഇക്വേഷനും ആവറേജ് പവറിന്റെ ഇക്വേഷൻ. ആവറേജ് പവറിനെ നമുക്ക് മറ്റൊരു രീതിയിലും കൂടെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. 2 ഇക്വേഷൻ ന്യൂമറിക്കൽസ് ചെയ്യാൻ വേണ്ടി ഈ 2 ഇക്വേഷൻസും നോട്ട് ചെയ്യാം. ഇപ്പൊ റെസിസ്റ്ററിലൂടെയുള്ള AC കറണ്ടിന്റെ ഇക്വേഷനും AC വോൾട്ടേജിന്റെ ഇക്വേഷനും പവറിന്റെ ഇക്വേഷനും ഇത്രയും മാത്രമേ ഉള്ളൂ. ഒരു റെസിസ്റ്റർ, സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഉള്ളി, അതിന്റെ ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. എന്താണ് നിങ്ങൾ ആരും ഡൗട്ടൊന്നും ചോദിക്കാത്തത്? എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവുന്നുണ്ടോ? ആർക്കും ഡൗട്ടൊന്നുമില്ലേ? ഓക്കെ, അടുത്തത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം പറയുകയാണ്. അത് മാക്സിമം സിമ്പിൾ ആക്കി പറയാം. ഒരു പുതിയ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ഫേസർ. Representation of an AC current and voltage by a rotating vector. Representation of AC current and voltage by a rotating vector, and this rotating vector is called phasor. Phasor എന്ന് പറയുന്ന ഒരു വെക്ടർ ആണെന്ന് പറഞ്ഞു. It's a rotating vector. Phasor is a rotating vector.
എന്തിനു വേണ്ടിയാണ് നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഫേസർ എന്ന് പറയുന്ന ഒരു വെക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? In order to show the phase relationship between voltage and current in an AC circuit, we use phasors. എവിടെയാണ് phasors-നെ യൂസ് ചെയ്യുന്നത്? In order to show the phase relationship between voltage and current in an AC circuit, we use phasors. അതായത് നമ്മൾ റെസിസ്റ്ററിന്റെ കേസ് എടുത്തു. റെസിസ്റ്ററിന്റെ കേസ് എടുത്തപ്പോൾ നമ്മൾ വോൾട്ടേജ്, നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? V is equal to Vm sin omega t. അപ്പോൾ നമുക്ക് കിട്ടിയ കറണ്ടിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? I is equal to Im sin omega t. അപ്പം അവിടെ ഫേസ് എന്ന് പറയുന്നത് രണ്ട് കേസിലും സെയിം ആണ്. ഒമേഗ ടി ആണ് സൈൻ്റെ കൂടെയുള്ള ആ ആംഗിളിനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയുന്നത്. അപ്പം രണ്ട് കേസിലും ആ ഫേസ് സെയിം ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ വളരെ എളുപ്പമായിരുന്നു. എന്നാൽ ചില കേസ് എടുക്കുമ്പോൾ കറണ്ടിന്റെയും വോൾട്ടേജിന്റെയും ഫേസ് സെയിം ആയിരിക്കില്ല. അതായത് കറണ്ട് പീക്കിലെത്തുമ്പോൾ വോൾട്ടേജ് പീക്കിലെത്തത്തില്ല, കറണ്ട് സീറോയിലെത്തുമ്പോൾ വോൾട്ടേജ് സീറോയിലെത്തില്ല. അതായത് ഫേസിൽ ചേഞ്ച് ഉണ്ടാവും. ചില സമയത്ത് വോൾട്ടേജിനെ കറണ്ട് ലാഗ് ചെയ്യും, ചില സമയത്ത് അത് ലീഡ് ചെയ്യും. അത് കമ്പോണൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില വളരെയധികം കമ്പോണൻസ് ഉള്ള സർക്യൂട്ട്സിൽ ഇത് പല ആംഗിളിലായിരിക്കും. ഈ 90 ഡിഗ്രി ആയിരിക്കില്ല, ചിലപ്പോൾ 180 ഡിഗ്രി ആയിരിക്കും, ചിലപ്പോൾ 60 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ പല ആംഗിളിൽ ഈ കറണ്ടും വോൾട്ടേജും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ടാക്കും. അപ്പോൾ അത് നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട് അല്ലെങ്കിൽ കൂടുതൽ കമ്പോണന്റ് ഉള്ള സർക്യൂട്ടിൽ പാടാണ്. അപ്പോൾ അതിനെ നമുക്ക് ഈസി ആക്കാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കോൺസെപ്റ്റ് ആണ് ഫേസർ. അപ്പോൾ ഫേസർ എന്ന് പറയുന്ന ഒരു റൊട്ടേറ്റിംഗ് വെക്ടർ ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഡെഫിനിഷൻ നോക്കാം. A phasor is a rotating vector. Phasor is a rotating vector which represents a quantity that varies sinusoidally with time. Which represents, the phasor is a rotating vector which represents a quantity that varies sinusoidally with time. Phasor vector rotates in anti-clockwise direction. അത് റൊട്ടേറ്റ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഫേസർ വെക്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. വിത്ത് ആൻ ആംഗുലർ സ്പീഡ് ഒമേഗ. ഇറ്റ് റൊട്ടേറ്റ്സ് വിത്ത് ആൻ ആംഗുലർ വെലോസിറ്റി ഒമേഗ. അതായത് നമ്മൾ ജനറേറ്ററിന്റെ കേസിൽ AC വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർമേച്ചർ കോയിൽ ഉണ്ടല്ലോ, ആ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന അതേ ആംഗുലർ ഫ്രീക്വൻസിയിലാണ് നമ്മളുടെ ഈ ഫേസർ വെക്ടറും റൊട്ടേറ്റ് ചെയ്യുന്നത്. It rotates with an angular speed omega and equal to angular frequency of sinusoidally varying quantity. ഈ sinusoidally varying quantityയുടെ അതേ ആംഗുലർ സ്പീഡിൽ ആണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഫേസർ വെക്ടറിനെയാണ് ദാണ്ടെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ബ്രൗൺ കളറിലുള്ളത് ഒരു ഫേസർ വെക്ടറാണ്. ഓക്കെ, ആ ഫേസർ വെക്ടർ ആണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ സൈൻ വേവ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കിയിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഈ പിക്ചർ നോക്കിയിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാണ് ആ ഫേസർ വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ സൈൻ വേവ് വരച്ചിരിക്കുന്നതെന്ന്? ഈ സൈൻ വേവ് നമ്മൾ തൊട്ട് മുമ്പ് വരച്ചതാണ്. ആ സൈൻ വേവ് എങ്ങനെയാണ് ഫേസർ വെക്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കി അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഫേസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഫേസ് എന്ന് പറയുന്നത് ഒമേഗ ടി എന്ന് പറയുന്ന സൈൻ്റെ കൂടെയുള്ള ആംഗിളിനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയുന്നത്. അതായത് ഇത് റെസിസ്റ്ററിന്റെ കേസിലുള്ള ഗ്രാഫാണ് നമ്മൾ നേരെ വരച്ചത്. അവിടെ വോൾട്ടേജ് പീക്കിലെത്തിയപ്പോൾ കറണ്ടും പീക്കിലെത്തി, വോൾട്ടേജ് സീറോയിലെത്തിയപ്പോൾ കറണ്ടും സീറോയിലായി, വോൾട്ടേജ് നെഗറ്റീവ് പീക്കിലെത്തിയപ്പോൾ കറണ്ടും നെഗറ്റീവ് പീക്കിലെത്തി. അപ്പോൾ ഒരേപോലെയാണ് രണ്ടും മൂവ് ചെയ്തത്. അല്ലെങ്കിൽ നമ്മളൊരു വളരെ സൈലന്റ് ആയിട്ട് കിടക്കുന്ന ഒരു പോണ്ടിൽ നമ്മളൊരു സ്റ്റോൺ എടുത്ത് എറിഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? യാതൊരു അനക്കവും ഇല്ല.
ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത ഒരു പോണ്ടിലേക്ക് നമ്മളാണെങ്കിൽ ഒരു സ്റ്റോൺ എടുത്ത് എറിയുന്നു. അപ്പോഴെന്ത് സംഭവിക്കും? അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ വേവ്സ് ഉണ്ടാവുമല്ലോ, വേവ്സ് ഉണ്ടാവും. വേവ്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വേവ്സ് ഉണ്ടാകുന്നത് ഈ വാട്ടർ മോളിക്യൂൾസ് അപ്പ് ആൻഡ് ഡൗൺ വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലേ? മോളിക്യൂൾസ് അപ്പ് ആൻഡ് ഡൗൺ വൈബ്രേറ്റ് ചെയ്യും. അപ്പം ഇവിടെ ഫേസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇവിടെ നമുക്ക് പറയാം ഒരേപോലെ വൈബ്രേറ്റ് ചെയ്യുന്നത്, അതായത് ഒരേപോലെ ഏറ്റവും പീക്കിലെത്തുന്നത്. ഇപ്പൊ ക്രസ്റ്റ് ട്രഫ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ക്രസ്റ്റ് ട്രഫ് പഠിച്ചിട്ടുണ്ടല്ലോ. ഒരേപോലെ ക്രസ്റ്റിലെത്തുന്ന അല്ലെങ്കിൽ അതിന്റെ പീക്കിലെത്തുന്ന മോളിക്യൂൾസ് എല്ലാം കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു സർക്കുലർ റിംഗ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് പറയാം ആ മോളിക്യൂൾസ് എല്ലാം വൈബ്രേറ്റ് ചെയ്യുന്നത് സെയിം ഫേസിലാണെന്ന് പറയാം. അതേപോലെ തന്നെ ട്രഫിൽ ഏറ്റവും ഡിപ്പിലിരിക്കുന്ന മോളിക്യൂൾസ് എല്ലാം വൈബ്രേറ്റ് ചെയ്യുന്നത് സെയിം ഫേസിലാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അതാണ് ഫേസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫേസർ വെക്ടറിൽ നിന്നും നമ്മൾ ആ ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. The vertical component of the phasor represents the instantaneous value of sinusoidally varying quantity. The vertical component of phasor. അപ്പോൾ ഫേസർ എന്ന് പറയുന്ന ഒരു വെക്ടർ ആണ്. ഞാൻ ഈ ഫേസറിനെ എടുക്കുകയാണ്. അപ്പോൾ അതിനൊരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ട്. ഇതാണ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്, ഇതാണ് അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ്. ഓക്കെ, അപ്പം ഈ 30 ഡിഗ്രി ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്ത് 0-ൽ നിന്നും 30 ഡിഗ്രി ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് ഇരിക്കുന്ന ഈ പൊസിഷനിൽ നമ്മൾ അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് എടുത്തു കഴിഞ്ഞാൽ ആ വെർട്ടിക്കൽ കമ്പോണന്റ് എവിടം വരെ ആകും? ഇവിടം വരെ എത്തത്തുള്ളൂ, അല്ലേ? അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് അത് ഈ പോയിന്റ് വരും. അതാണ് 30 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ഇവിടെ എത്തി. ഇനി അടുത്തത് വീണ്ടും അത് റൊട്ടേറ്റ് ചെയ്ത് 60 ഡിഗ്രി ആയി. 60 ഡിഗ്രി ആകുമ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടിക്കൽ കമ്പോണന്റ് ഇവിടം വരെ വരും. അപ്പോൾ നമുക്ക് ആ പോയിന്റ് എവിടെ അടയാളപ്പെടുത്താം? ഇവിടെ അടയാളപ്പെടുത്താം. 90 ഡിഗ്രി ആയി. 90 ഡിഗ്രി ആയപ്പോൾ അത് മാക്സിമം പീക്കിലെത്തി. അപ്പോൾ ഇതാണ് അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ്. വെർട്ടിക്കൽ മാത്രമേ ഉള്ളൂ, അവിടെ ഹൊറിസോണ്ടൽ ഇല്ല. അപ്പോൾ അത് ഈ പോയിന്റ് അടയാളപ്പെടുത്തി. അങ്ങനെയാണ് നമുക്ക് ഈ 3 പോയിന്റ്സും കിട്ടി. നമ്മൾ ആ ഗ്രാഫ് ഇങ്ങനെ വരച്ചത്. അതേപോലെ തന്നെ അത് 120 ഡിഗ്രി ആയി. 120 ഡിഗ്രി ആയപ്പോൾ ഇതാണ് നമുക്ക് ലെഗ് കിട്ടിയത്. അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് എടുക്കുമ്പോൾ നമുക്ക് വീണ്ടും ഈ പോയിന്റ് അടയാളപ്പെടുത്താം. 150 ഡിഗ്രി ആയപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടിക്കൽ കമ്പോണന്റ് ഇവിടെ എത്തി. 180 ഡിഗ്രി ആയപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വെർട്ടിക്കൽ കമ്പോണന്റ് ഇവിടെ എത്തി. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഒരു സൈൻ ഒരു ഗ്രാഫ് കിട്ടി, കണ്ടോ? അങ്ങനെയാണ് ഈ ഫേസർ വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇവിടെ ഗ്രാഫ് വരയ്ക്കുന്നത്. അടുത്തത് the length of the phasor is the peak value, maximum value അല്ലെങ്കിൽ അതിനെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും ഓഫ് ദി ഓസിലേറ്റിംഗ് ക്വാണ്ടിറ്റി. അപ്പോൾ ഓസിലേറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ പീക്ക് വാല്യൂ ആണ് ഈ ഫേസർ വെക്ടറിന്റെ ലെങ്ത്. അപ്പം ഇവിടെ ഒരു ഈ ഫേസർ വെക്ടറിന് ഒരു ലെങ്ത് ഉണ്ടല്ലോ. ആ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഈ ലെങ്ത് എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ആണ്. ഓസിലേറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ പീക്ക് വാല്യൂ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഓസിലേറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ പീക്ക് വാല്യൂ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് അറിയാനൊക്കും. അപ്പം ഈ ലെങ്ത് ആണ് നമ്മൾ പീക്ക് വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പീക്ക് വാല്യൂ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പം ഫേസർ വെക്ടറിന്റെ ലെങ്ത് എന്തിനെ റെപ്രസെന്റ് ചെയ്യും? പീക്ക് വാല്യൂ ഓഫ് ദി ഓസിലേറ്റിംഗ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഇനി ഈ ഫേസർ വെക്ടർ ഇപ്പൊ കറണ്ടിന് ഈക്വലന്റ് ആയിട്ടുള്ള കറണ്ട് ഫേസർ ഉണ്ട്, വോൾട്ടേജിന് ഈക്വലന്റ് ആയിട്ടുള്ള വോൾട്ടേജ് ഫേസറും ഉണ്ട്. അത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോഴത്തേക്ക് ഈ ഗ്രാഫ് നോക്കിക്കേ. ഇവിടെ ഞാൻ കറണ്ട് ഫേസറിനെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. വോൾട്ടേജ് ഫേസറിനെയാണ് ഈ ബ്ലൂ ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചില കമ്പോണൻസിൽ വരുമ്പോഴത്തേക്ക് വോൾട്ടേജ് ലീഡ് ചെയ്യുമായിരിക്കും, കറണ്ടിനെ വോൾട്ടേജ് ലീഡ് ചെയ്യും. അപ്പം ഈ കേസിൽ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് കറണ്ട് ഇവിടെ എത്തിയുള്ളൂ, വോൾട്ടേജ് ഇവിടെ എത്തി. അതായത് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ കേസിൽ വോൾട്ടേജ് കറണ്ടിനെ ലീഡ് ചെയ്യുന്നുണ്ട്, അല്ലെ? വോൾട്ടേജ് കറണ്ടിനെ ലീഡ് ചെയ്യും. അപ്പൊ ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറിയാനൊക്കും, ഫേസ് റിലേഷൻഷിപ്പ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനൊക്കും. അതാണ് ഈ ഫേസർ ഡയഗ്രത്തിന്റെ അഡ്വാൻറ്റേജ്. അപ്പം ഫേസർ ഡയഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ കാര്യം ഇതാണ്. നമുക്ക് ഇതിന്റെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള ഫേസ് റിലേഷൻ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഫേസർ വെക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഈ പിക്ചറിൽ
നമുക്കിങ്ങനെ പറയാം, വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട്, അല്ലെങ്കിൽ നേരെ തിരിച്ചും പറയാം, കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ്. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. അപ്പോൾ ഇതാണ് ഫേസർ വെക്ടറിന്റെ കോൺസെപ്റ്റ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നമുക്ക് റെസിസ്റ്ററിന്റെ കേസിലുള്ള ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പോവുകയാണ്. റെസിസ്റ്ററിന്റെ കേസിലുള്ള ഫേസർ ഡയഗ്രാം. The current through a resistor is in phase, same phase is in phase with the AC voltage. The current through a resistor is in phase or same phase with AC voltage. That is, the phase angle between the voltage and current is 0. The phase angle between voltage and current is 0. അപ്പോൾ നമുക്ക് ഫേസർ ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം? ഇതാണ് ഫേസർ ഡയഗ്രാം. വോൾട്ടേജിനെ വരച്ചു, ആദ്യം വോൾട്ടേജിനെ വരച്ചു. അപ്പോൾ വോൾട്ടേജ് ഇവിടെ നിൽക്കുകയാണ്, ആ ബ്ലൂ ലൈൻ ആണ് വോൾട്ടേജ്. കറണ്ടിന്റെ ഫേസർ എങ്ങനെ, കറണ്ട് ഫേസർ എങ്ങനെ വരയ്ക്കാം? അതേ ഡയറക്ഷനിൽ തന്നെ നമുക്ക് കറണ്ട് ഫേസർ വരയ്ക്കാം. ബിക്കോസ് വോൾട്ടേജിന്റെ അതേ ഫേസിൽ തന്നെയാണ് കറണ്ടിന്റെ ഫേസും. അതുകൊണ്ടാണ് രണ്ടും ഒരേ ഡയറക്ഷനിൽ നമ്മൾ വരച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കാം? ഈ പോയിന്റിൽ വോൾട്ടേജ്, വോൾട്ടേജിന്റെ പോയിന്റ് ഇവിടെ അടയാളപ്പെടുത്താം. ആ സമയത്ത് കറണ്ടിന്റെ പോയിന്റ് ഇവിടെ എടുത്തു. അപ്പോൾ ഇവിടെ കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് അല്പം കുറവാണ്. ഈ ഗ്രാഫിൽ വോൾട്ടേജിന്റെ ആംപ്ലിറ്റ്യൂഡിനേക്കാൾ കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് അല്പം കുറവായിട്ടാണ് വരച്ചിരിക്കുന്നത്. അതിനുള്ള റീസൺ എന്താണ്? കറണ്ടിന്റെ ഇക്വേഷൻ എന്തുവായിരുന്നു? കറണ്ടിന്റെ ഇക്വേഷൻ, പീക്ക് വാല്യൂ ഓഫ് കറണ്ടിന്റെ ഇക്വേഷൻ എന്തുവായിരുന്നു? പീക്ക് വാല്യൂ ഓഫ് കറണ്ട് IM എന്ന് പറയുന്നത് VM/R ആണ്. റെസിസ്റ്റർ ആറിന്റെ വാല്യൂ 1 ഓമിനേക്കാൾ കൂടുതലായിരിക്കും മിക്ക കേസിലും. അപ്പോൾ ആ കേസിലും എന്താ സംഭവിക്കുക? VM എന്ന് പറയുന്ന പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജിനെ R എന്ന് പറയുന്ന മറ്റൊരു ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ റിസൾട്ട് ആയ IM എന്ന് പറയുന്നത് VMനേക്കാൾ കുറവായിരിക്കുമല്ലോ, യൂഷ്വലി കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് VMന്റെ അത്രയും മാഗ്നിറ്റ്യൂഡ് ഇല്ല ഏതിന്? IMന്. ഓക്കെ, അതുകൊണ്ടാണ് VMന്റെ പീക്ക് ഇത്രയും കാണിക്കുമ്പോൾ IMന്റെ പീക്ക് ഇത്രയും കാണിക്കുന്നത്. കുറച്ച് കുറവ് കാണിക്കാനുള്ള, ഗ്രാഫിൽ കുറച്ച് കുറവ് കാണിക്കാനുള്ള റീസൺ അതാണ്. ഓക്കെ, ശരി, അത് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് ഇതേ രീതി വരയ്ക്കാം. വോൾട്ടേജിനെ ബ്ലൂ ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഈ ഗ്രേ കളറിലെ ഡോട്ടഡ് ലൈൻ കൊണ്ട് കറണ്ടിന്റെ ഗ്രാഫും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇതാണ് ഫേസർ ഡയഗ്രാം. ഇതാണ് ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ സെയിം ഫേസ് ആണെന്ന് ഈ പിക്ചർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ സെയിം ഫേസ് ആണെന്ന് മനസ്സിലായല്ലോ. വോൾട്ടേജ് മാക്സിമം ആയപ്പോൾ കറണ്ടും മാക്സിമത്തിലെത്തി. അതുകൊണ്ട് രണ്ടും സെയിം ഫേസ് ആണെന്ന് ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഫേസർ ഡയഗ്രാം ഓഫ് എ സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഒളി. ഇത് കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിൾ ആണ്. എന്നാൽ ഒന്നിലധികം കമ്പോണൻസ് വരുമ്പോഴാണ് ഇത് അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്നത്. അടുത്തത് NCERT എക്സസൈസ് 7.1 കോപ്പി ചെയ്യുക. A 100 ohm resistor is connected to a 220 volt 50 Hz AC supply. A 100 ohm resistor is connected to a 220 volt 50 Hz AC supply. അപ്പോൾ ഒരു റെസിസ്റ്റർ 100 ohm ഉള്ള ഒരു റെസിസ്റ്റർ ഒരു AC സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അവിടെ അപ്ലൈ ചെയ്ത വോൾട്ടേജ് 220 വോൾട്ട് ആണ്. RMS വാല്യൂ ആണ് നൽകിയിരിക്കുന്നത്. RMS വാല്യൂ ഓഫ് വോൾട്ടേജ് ഈസ് 220 വോൾട്ട്. ദ ഫ്രീക്വൻസി ഈസ് 50 ഹെർട്സ്. നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ RMS വാല്യൂ ഓഫ് കറന്റ്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ RMS വാല്യൂ ഓഫ് കറന്റ്. സെക്കൻഡ്,
what is the net power consumed over a full cycle? Net power consumed. ഈ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഡേറ്റ ഒക്കെ എഴുതുക. RMS value of current easy ആയിട്ട് കണ്ടുപിടിക്കാൻ വയ്യേ? RMS value of current RMS value of current IRMS എന്ന് പറയുന്നത് ഓംസ് ലോ അനുസരിച്ച് എങ്ങനെ എഴുതാം? VRMS divided by R. Yes, 2.2 ampere, correct. 2.2 ampere. Second, what is the net power consumed over a full cycle? Net power consumed over a full cycle. Average power അല്ലെങ്കിൽ net power നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ RMS value of net power നമുക്ക് ന്യൂമറിക്കലി ചെയ്യാൻ വേണ്ടി ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഏത് ഇക്വേഷൻ ആയിരുന്നു? P is equal to VRMS into IRMS. DCക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ്. Average power or net power consumed over a full cycle is equal to VRMS into IRMS. That is 220 into 2.2. That is 484 watts. Okay. Next, AC voltage applied to an inductor. AC voltage applied to an inductor. അപ്പോൾ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് AC വോൾട്ടേജ് അപ്ലൈ ചെയ്യേണ്ടുള്ള തിയറി എല്ലാം കഴിഞ്ഞു. ഇനിയും അടുത്ത കമ്പോണന്റ് നമ്മൾ എടുക്കുകയാണ് ഇൻഡക്ടർ. ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു കോയിൽ, ഒരു ഇൻഡക്ടർ കോയിലാണ്. Consider an AC source connected to an inductor of inductance capital L having negligible resistance. Here we are connecting an AC source to an inductor which is having an inductance capital L. The resistance of the inductor is 0. അപ്പോൾ ഇൻഡക്ടർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കോയിലാണ് അല്ലേ, ഒരു കോയിലാണ്. ആ കോയിലാവുമ്പോഴത്തേക്ക് അതിനൊരു റെസിസ്റ്റൻസ് നോർമലി ഉണ്ടാവും. പക്ഷെ ഒരു ഐഡിയൽ ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ അതിന് റെസിസ്റ്റൻസ് കാണില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഐഡിയൽ ഇൻഡക്ടർ ആണ്. അതിന് റെസിസ്റ്റൻസ് ഇല്ല, റെസിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, പകരം അതിനൊരു ഇൻഡക്റ്റൻസ് ഉണ്ട്. ആ ഇൻഡക്റ്റൻസ് ആണ് ക്യാപിറ്റൽ. ലെറ്റ് ദ വോൾട്ടേജ് അപ്ലൈഡ് അക്രോസ് ദ ഇൻഡക്ടർ ബി is equal to Vm sin omega t. നമ്മൾ അപ്ലൈ ചെയ്ത ഇൻഡക്ടറിന് അക്രോസ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത AC വോൾട്ടേജ് ആണ് V is equal to Vm sin omega t. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. AC വോൾട്ടേജ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. Due to the flow of alternating currents through the coil, an EMF minus L di by dt is produced in the coil. അപ്പോൾ ഇതിലൂടെ ഒഴുകുന്നത് ഒരു AC കറണ്ട് ആണ്. ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് ഇതിലൂടെ ഒഴുകുന്നത്. അങ്ങനെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഈ കോയിലിലൂടെ ഒഴുകുമ്പോൾ അതിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഫാരഡേസ് ലോ അനുസരിച്ച് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ആ EMFന്റെ ഇക്വേഷൻ ഫാരഡേസ് ലോയിൽ നമുക്ക് എഴുതാം മൈനസ് L di by dt. Okay. Due to the flow of alternating currents through the coil, an EMF minus L di by dt is produced in the coil. As there is no resistance in the circuit. ഈ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ല. ഇൻഡക്ടറിന് റെസിസ്റ്റൻസ് ഇല്ല, നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് ആണെന്ന് ഓൾറെഡി ഡിഫൈൻ ചെയ്തു. വേറെ റെസിസ്റ്റൻസ് ഒന്നും ഈ സർക്യൂട്ടിൽ ഇല്ല. അതുകൊണ്ട് നമുക്ക് ക്രിച്ചോസ് ലൂപ്പ് റൂൾ
ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. കിർച്ചോഫ്സ് ലൂപ്പ് റൂൾ എന്താ പറയുന്നത്? The algebraic sum of the product of current and resistance in each part of the circuit is equal to net EMF of the circuit. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്, പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് 0 ആണ്. കാരണം ഈ സർക്യൂട്ടിൽ റെസിസ്റ്റൻസേ ഇല്ല, സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് 0 ആണ്. ഈസ് ഈക്വൽ ടു നെറ്റ് EMF ഓഫ് ദ സർക്യൂട്ട്. ഇവിടെ നെറ്റ് EMF ഏതൊക്കെയാണ്? ഇവിടെ EMF ഏതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന EMF AC വോൾട്ടേജ്, മറ്റൊന്ന് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF. അപ്പോൾ ഇവിടെ രണ്ട് EMF ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന AC വോൾട്ടേജ്, മറ്റൊന്ന് ഇൻഡ്യൂസ് ചെയ്യുന്ന EMF. അതുകൊണ്ട് നെറ്റ് EMF എന്ന് പറയുന്നത് നമുക്ക് V പ്ലസ് മൈനസ് L di/dt എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ കിർച്ചോഫ്സ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി. 0 ഈസ് ഈക്വൽ ടു V പ്ലസ് മൈനസ് L di/dt. ഓക്കെ, നമുക്ക് ആ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം. L di/dt ഈസ് ഈക്വൽ ടു Vm sin omega t. ഈ ഇക്വേഷനിൽ നിന്നും ഇതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് L di/dt എന്ന് എഴുതാം, ഈസ് ഈക്വൽ ടു V എന്ന് എഴുതാം. അപ്പോൾ വിക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിയുടെ വാല്യൂ എന്തുവാ? Vm sin omega t അല്ലേ? അങ്ങനെയാണ് L di/dt ഈസ് ഈക്വൽ ടു Vm sin omega t. dt യെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരാം, എല്ലിനെയും റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ di ഈസ് ഈക്വൽ ടു Vm ഡിവൈഡ് ബൈ L ഇൻറ്റു സൈൻ ഒമേഗ ടി ഇൻറ്റു dt എന്ന് എഴുതാം അല്ലേ? എല്ലിനെ ഡിനോമിനേറ്ററിലോട്ട് കൊണ്ടുവരാം, അപ്പോൾ ഡിവൈഡ് ബൈ L. dt യെ ഡിനോമിനേറ്ററിലാണ്, ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുവരാം, അപ്പോൾ dt. അപ്പോൾ ഇക്വേഷൻ കിട്ടി. di ഈസ് ഈക്വൽ ടു Vm ബൈ L സൈൻ ഒമേഗ ടി dt. അപ്പോൾ di എന്ന് പറയുന്ന ചെറിയൊരു കറണ്ടിന്റെ ഇക്വേഷൻ കിട്ടി. ഈ സ്മോൾ കറണ്ടിനെ ലാർജ് കറണ്ട് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സ്മോൾ ക്വാണ്ടിറ്റിയെ ലാർജ് ക്വാണ്ടിറ്റി ആക്കാൻ വേണ്ടി നമ്മൾ ഏത് മാത്തമാറ്റിക്കൽ ടൂളാണ് ഉപയോഗിക്കുന്നത്? ഏത് മാത്തമാറ്റിക്കൽ ടൂളാണ് ഉപയോഗിക്കുന്നത്? സ്മോൾ ക്വാണ്ടിറ്റിയെ ലാർജ് ക്വാണ്ടിറ്റി ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ആർക്കും അറിയാം? അറിയാവുന്നവർ പറഞ്ഞു. di യെ I ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇന്റഗ്രേഷൻ. യെസ്, ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഒരാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ, ബാക്കി ആർക്കും അറിയത്തില്ലയോ? റേച്ചൽ പറഞ്ഞത് ശരിയാണ്, നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് di എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ di യെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് I ആയിട്ട് കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം കോൺസ്റ്റൻസിനെ എല്ലാം പുറത്തെടുക്കണം. അപ്പൊ ടൈമുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാത്ത, കാരണം ഇവിടെ dt ടൈമിന്റെ ബേസിസിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ടൈമുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത ക്വാണ്ടിറ്റി ആയ Vm ബൈ L നമ്മൾ പുറത്തെടുത്തു. പിന്നുള്ളത് സൈൻ ഒമേഗ ടി dt ആണ്. ഇന്റഗ്രൽ സൈൻ ഒമേഗ ടി dt യെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇന്റഗ്രേഷൻ ഒക്കെ പഠിച്ചോ നിങ്ങൾ മാത്തമാറ്റിക്സിൽ? ഇന്റഗ്രേഷൻ പഠിച്ചോ? എല്ലാരും പഠിച്ചോ ഇന്റഗ്രേഷൻ? യെസ് ഓർ നോ? ഇന്റഗ്രൽ സൈൻ ഒമേഗ ടി dt യെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഷോൺ പറഞ്ഞായിരുന്നല്ലോ, എന്തായിരുന്നു? മൈനസ് കോസ് ഒമേഗ ടി. അത്ര മാത്രമേ ഉള്ളൂ.
മൈനസ് കോസ് ഒമേഗ ടി. ഇനിയും ഈ ഒമേഗ ടിയെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തുവാകും? അതിന്റെ റിസൾട്ട് എന്ത് വരും? മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ പ്ലസ് എ കോൺസ്റ്റന്റ്, ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്. അങ്ങനെ ആയിരിക്കും കിട്ടുക കേട്ടോ. അപ്പം ഇവിടെ ഇന്റഗ്രൽ സൈൻ ഒമേഗ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ പ്ലസ് കോൺസ്റ്റന്റ്. ആരോൺ അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇന്റഗ്രൽ സൈൻ ഒമേഗ ടി ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ പ്ലസ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആ റിസൾട്ട് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: വി എം ബൈ എൽ ഈസ് ഈക്വൽ ടു മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡ് ബൈ ഒമേഗ പ്ലസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇവിടുത്തെ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് നമ്മൾ അത് ഇവിടെ 0 ആണ്. ബിക്കോസ് ആ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ടൈം ഡിപ്പെൻഡന്റ് അല്ല, അതുകൊണ്ട് നമുക്ക് ഇതിനെ അങ്ങ് നെഗ്ലക്ട് ചെയ്യുകയാണ്, അത് 0 ആയി മാറും. അതുകൊണ്ട് ബാക്കിയുള്ളത് മാത്രം നമുക്ക് എടുക്കാം. ഐ ഈസ് ഈക്വൽ ടു, ഈ മൈനസ് നമ്മൾ പുറത്തെടുത്തു, ഒമേഗ പുറത്തെടുത്തു, അപ്പോൾ മൈനസ് വി എം ഡിവൈഡഡ് ബൈ എൽ ഒമേഗ കോസ് ഒമേഗ ടി. I is equal to, current in equation ആണ്, current I is equal to minus Vm divided by L omega cos omega t. ഇനി ഞാൻ Vm by L omega, ഈ Vm by L omega ഞാൻ Im ആയിട്ട് എടുത്തു. Im എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ഓഫ് കറന്റ്, അപ്പം പീക്ക് വാല്യൂ ഓഫ് കറന്റ് Im എന്ന് പറയുന്നത് Vm by L omega ആണ്. അപ്പോൾ ഞാൻ വി എം ബൈ എൽ ഒമേഗയ്ക്ക് പകരം ഐ എം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതി, കറണ്ട് ഇക്വേഷൻ, കറണ്ട് ഐ ഈസ് ഈക്വൽ ടു മൈനസ് ഐ എം കോസ് ഒമേഗ ടി, വേർ ഐ എം ഈസ് ഈക്വൽ ടു വി എം ബൈ എൽ ഒമേഗ. ഈ എൽ ഒമേഗ ഡിനോമിനേറ്ററിലുള്ള എൽ ഒമേഗയ്ക്ക് പകരം എക്സ് എൽ എന്ന് എഴുതാം. എക്സൽ എന്താണ്? എക്സൽ ഈസ് കോൾഡ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്താണെന്ന് അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ തൽക്കാലം മനസ്സിലാക്കുക, എക്സൽ ഈസ് കോൾഡ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആൻഡ് ഐ എം ഈസ് ദി ആംപ്ലിറ്റ്യൂഡ് ഓർ പീക്ക് വാല്യൂ ഓഫ് കറന്റ്. അപ്പോൾ കറന്റ് ഇക്വേഷൻ കിട്ടിയത് കണ്ടല്ലോ. കറന്റ് ഇക്വേഷൻ ഐ ഈസ് ഈക്വൽ ടു മൈനസ് ഐ എം കോസ് ഒമേഗ ടി. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, പിന്നീട് ആവശ്യമുണ്ട്. I is equal to minus Im cos omega t, where Im is Vm by L omega or Vm by XL. What is XL? XL is inductive reactance. അപ്പോൾ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പോൾ അതിൽ നിന്നും കറണ്ടിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇക്വേഷൻ ആണ് I is equal to minus Im cos omega t. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നുള്ളത് പെട്ടെന്ന് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. Here we apply a voltage V is equal to Vm sin omega t across the inductor L. Its inductance is capital L. It is having negligible resistance. Okay. When an AC current flows through this coil, an EMF is induced and the value of EMF is minus L di by dt. Applying Kirchhoff's loop rule, we will get 0 is equal to V plus minus L di by dt. ഇനി മൈനസ് എൽ ഡി ഐ ബൈ ഡി ടി റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ പ്ലസ് ഡി ഐ ബൈ ഡി ടി ആകും. വിയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇക്വേഷൻ നമ്പർ 1 നിന്നും വി എം സൈൻ ഒമേഗ ടി എന്നെഴുതാം. അതിനുശേഷം ഡി ഐയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ എല്ലിനെയും ഡി ടിയെയും റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഡി ഐ ഈസ് ഈക്വൽ ടു വി എം ബൈ എൽ സൈൻ ഒമേഗ ടി ഡി ടി എന്നെഴുതാം. ഈ ഡി ഐയെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഐ കണ്ടുപിടിച്ചു. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? I is equal to Vm by L minus cos omega t divided by omega plus a constant. Constant value 0 ആണ്, ടൈം ഇൻഡിപെൻഡന്റ് ആണത്, അതുകൊണ്ട് അത് 0 ആയി.
പിന്നെയുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി ഐ ഇസ് ഈക്വൽ ടു മൈനസ് വി എം ബൈ എൽ ഒമേഗ കോസ് ഒമേഗ ടി. വി എം ബൈ എൽ ഒമേഗ നമുക്ക് ഐ എം ആയിട്ട് എഴുതാം. പീക്ക് വാല്യൂ ഓർ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് ആണ്. അപ്പോൾ ഇക്വേഷൻ കിട്ടി ഐ ഇസ് ഈക്വൽ ടു മൈനസ് ഐ എം കോസ് ഒമേഗ ടി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ കോസിന്റെ ടേമിലാണ് നമുക്ക് കറണ്ടിനെ കിട്ടിയത്. വോൾട്ടേജ് നമ്മൾ എഴുതിയേക്കുന്നത് സൈൻ്റെ ഫംഗ്ഷൻ ആയിട്ടാണ് വോൾട്ടേജ് എഴുതിയേക്കുന്നത്. ഇവിടെ കറണ്ട് നമുക്ക് ഡിറൈവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് കിട്ടിയത് കോസിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് കിട്ടിയത്. നമ്മൾ എന്ത് ചെയ്തു, ഇനി ഈ കോസിനെ സൈൻ്റെ ടേമിലോട്ട് മാറ്റാൻ പോവുകയാണ്. ഇങ്ങനൊരു റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? മൈനസ് കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു ആണ്. പഠിച്ചിട്ടില്ലാത്തവർ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. മൈനസ് കോസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. അപ്പോൾ നമ്മൾ തൊട്ടു മുമ്പ് എഴുതിയ ഇക്വേഷനിൽ മൈനസ് കോസ് ഒമേഗ ടിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. അപ്പോൾ കറണ്ടിന്റെ ഇക്വേഷനായി കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. ഇവിടെ നോക്കിക്കേ, ഫേസ് വോൾട്ടേജിന്റെ ഫേസ് ഒമേഗ ടി എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒമേഗ ടി മാത്രമാണ് കിട്ടിയേക്കുന്നതല്ല, ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. അപ്പോൾ കറണ്ടിന്റെ ഫേസും വോൾട്ടേജിന്റെ ഫേസും സെയിം ആണോ? ഇൻഡക്ടർ മാത്രമുള്ള ഒരു സർക്യൂട്ടിൽ സെയിം ആണോ? കറണ്ടിന്റെ ഫേസും വോൾട്ടേജിന്റെ ഫേസും തമ്മിലൊരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. എന്തുമാത്രം ഫേസ് ഡിഫറൻസ് ഉണ്ട്? പൈ ബൈ ടു ഫേസ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്താണ് ലീഡ് ചെയ്യുന്നത്? വോൾട്ടേജ് ആണോ കറണ്ട് ആണോ ലീഡ് ചെയ്യുന്നത്? അതോ ലാഗ് ചെയ്യുന്നത് ഏതാണ്? കറണ്ട് ആണോ വോൾട്ടേജ് ആണോ എന്നുള്ളത് നമുക്ക് ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. അപ്പൊ ഇവിടെ മൈനസ് പൈ ബൈ ടു ആണ്. മൈനസ് പൈ ബൈ ടു വോൾട്ടേജ് എന്ന് പറയുന്നത് വി ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി ആണ്. ഇവിടെ ഒമേഗ ടിയിൽ നിന്നും പൈ ബൈ ടു മൈനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് ബൈ ഫേസ് പൈ ബൈ ടു. കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ്, അതാണ് ഒമേഗ ടി മൈനസ് പൈ ബൈ ടു ആണ് കറണ്ടിന്റെ ഇക്വേഷൻ കിട്ടിയത്. കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് ബൈ ഫേസ് പൈ ബൈ ടു. നമുക്ക് ഇനിയും ഫേസർ ഡയഗ്രാം വരയ്ക്കാം. ഇവിടെയാണ് ഫേസർ ഡയഗ്രത്തിന്റെ ഇമ്പോർട്ടൻസ്. നമുക്ക് ആദ്യം വോൾട്ടേജിന്റെ ഡയറക്ഷൻ നമ്മൾ നേരത്തെ വരച്ച അതേ ഡയറക്ഷനിൽ തന്നെയാണ് വോൾട്ടേജ് ഇരിക്കുന്നത്. വോൾട്ടേജ് ഫേസറിനെ നമ്മൾ വരച്ചു. വരച്ചു കഴിഞ്ഞപ്പോൾ ഇനിയും കറണ്ട് ഫേസറിനെ എവിടെയാണ് നമ്മൾ വരയ്ക്കുന്നത്? കറണ്ട് ഫേസറിനെ വരയ്ക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലായി കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് ആണ് ബൈ പൈ ബൈ ടു. അപ്പോൾ വോൾട്ടേജ് ഫേസറിൽ നിന്നും 90 ഡിഗ്രി ലാഗ് ചെയ്ത് നമ്മൾ എന്ത് വരയ്ക്കണം? കറണ്ട് ഫേസറിനെ വരയ്ക്കണം. അപ്പോൾ നമുക്ക് കറണ്ട് ഫേസർ ഇവിടെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഫേസർ ഡയഗ്രാം വരച്ചത് മനസ്സിലായോ? ഫേസർ ഡയഗ്രാം വരയ്ക്കുന്നത് മനസ്സിലായോ? അപ്പം ഇവിടെ ഈ ഫേസർ ഡയഗ്രാം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും ലീഡ് ചെയ്യുന്നത് വോൾട്ടേജ് ആണ്, ലാഗ് ചെയ്യുന്നത് കറണ്ട് ആണ്. അത് തമ്മിലുള്ള ഫേസ് ഡിഫറൻസും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലായി 90 ഡിഗ്രി ആണ്. അപ്പോൾ വോൾട്ടേജും കറണ്ടും തമ്മിൽ ഒരു 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലായി. അതേപോലെ തന്നെ കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് എന്നും നമുക്ക് മനസ്സിലായി. ബിക്കോസ് ഇത് ഫേസർ വെക്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ലാഗ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയും. കറണ്ട് ലാഗ് ചെയ്യുന്നു, അതാണ് ഇവിടെ മൈനസ് പൈ ബൈ ടു എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നിങ്ങൾ നോക്കിക്കേ. ആദ്യം ഞാൻ വോൾട്ടേജിനെ അങ്ങ് വരച്ചു. ഇനി കറണ്ടിനെ വരയ്ക്കണം. കറണ്ടിനെ വരയ്ക്കുമ്പോൾ സെയിം ഫേസ് അല്ല, ഒരു ഫേസ് ലാഗിങ് ഉണ്ടാകുന്നുണ്ട്. 90 ഡിഗ്രി ലാഗിങ് ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം വോൾട്ടേജ് 0-ലാകുമ്പോൾ കറണ്ട് മൈനസ് പീക്കിലായിരിക്കും. വോൾട്ടേജ് പീക്കിലെത്തിയപ്പോൾ കറണ്ട് 0-ലായി. വോൾട്ടേജ്
സീറോയിലെത്തിയപ്പോൾ കറണ്ട് പീക്കിലെത്തി. കണ്ടില്ലേ? വോൾട്ടേജിന്റെ പിന്നിലാണ് കറണ്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വോൾട്ടേജ് മൈനസ് പീക്കിലെത്തി. അപ്പോൾ കറണ്ട് സീറോയിലെത്തി. വോൾട്ടേജ് വീണ്ടും സീറോയിലെത്തി, കറണ്ട് മൈനസ് പീക്കിലെത്തി. അപ്പോൾ ഇത് തമ്മിലൊരു 90 ഡിഗ്രി ഫേസ് ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഫേസർ ഡയഗ്രാം വരയ്ക്കണം, അതേപോലെ തന്നെ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും വരയ്ക്കണം. ഇതേ രീതിയിലാണിത് വരയ്ക്കേണ്ടത്. ക്ലിയർ ആയോ? അല്പം ടഫാണല്ലോ ഈ ചാപ്റ്റർ. എന്നിട്ട് നിങ്ങൾക്കാർക്കും ഒരു നിങ്ങൾക്ക് വളരെ ഈസിയാണെന്ന് തോന്നുന്നു. ആരും ഒന്നും ചോദിക്കുന്നില്ല. ആദ്യത്തെ 1-2 ചാപ്റ്റർ ഒക്കെ എടുത്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി നിങ്ങൾ അന്ന് ഞാൻ പഠിക്കുന്നതിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോഴാക്ച്വലി നിങ്ങളാരും ഒന്നും പഠിക്കുന്നില്ല. കാരണം ഞാനൊരു ഒരു പോർഷൻസ് എടുക്കുന്നു, നിങ്ങൾ വേറെ ഏതെങ്കിലും പോർഷൻസ് ആയിരിക്കും പഠിക്കുന്നത്. സ്കൂളിൽ ഒരുപക്ഷെ ഡിഫറൻസ് പോർഷൻ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അതായിരിക്കും പഠിക്കുക. ഏതായാലും ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കുന്നില്ല, എൻ്റെ ഒപ്പം എത്തുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഡൗട്ട്സ് ഒന്നും ഉണ്ടാവാത്തത്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഞാൻ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഇപ്പോൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എൽ ഒമേഗയാണ് നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തെന്ന് പറഞ്ഞു. എന്താണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്? The resistance offered by an inductor to an AC flow is called inductive reactance. Inductive reactance എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്. It is the resistance offered by an inductor to AC flow is called inductive reactance. The resistance offered by an inductor to AC flow. അതായത് ഒരു ഇൻഡക്ടറിലൂടെ AC കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ആ റെസിസ്റ്റൻസിനെ നമ്മൾ റെസിസ്റ്റൻസ് എന്ന വേർഡ് അല്ല ഉപയോഗിക്കുന്നത്, പകരം മറ്റൊരു ടേം ആണ്. അതാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഓക്കെ, ഒരു ഇൻഡക്ടറിലൂടെ AC കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിനെ നമ്മൾ റെസിസ്റ്റൻസ് എന്നല്ല പറയുന്നത്, പകരം ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് XL എന്ന് പറയുന്ന ലെറ്റർ ഉണ്ട്. L എന്ന് പറയുന്നത് ഇൻഡക്ടറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് L ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ് XL. അതിന്റെ ഇക്വേഷൻ ആണ് L ഒമേഗ. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL is equal to L omega. The quantity L omega is analog to resistance. The quantity L omega is analog to resistance and is called inductive reactance. The dimension and unit of inductive reactance is same as that of resistance. Resistance in the same dimension, same unit തന്നെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിനും ഉള്ളത്. പക്ഷേ ഇൻഡക്ടറിലൂടെ AC കറണ്ട് ഒഴുകുമ്പോൾ ഉള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റും ഡയമെൻഷനും എല്ലാം റെസിസ്റ്റൻസിൻ്റെത് തന്നെയാണ്. ഇപ്പോൾ ഇക്വേഷൻ മറന്നു പോകരുതും. XL is equal to L omega. അടുത്ത് നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ. ഇൻഡക്ടറിൻ്റെ കേസിൽ പവറിൻ്റെ ഇക്വേഷൻ. The instantaneous power supplied to an inductor is PL is equal to V into I. നമ്മളിവിടെ ഇൻസ്റ്റന്റേനിയസ് പവർ ആണ് എഴുതുന്നത്, അതിനുശേഷം നമുക്ക് ആവറേജ് പവർ എഴുതാം. അപ്പോൾ ഇവിടെ ഇൻസ്റ്റന്റേനിയസ് പവറിൻ്റെ ഇക്വേഷൻ PL is equal to V into I. വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് VM sin ഒമേഗ ടി ആണ്. കറണ്ടിൻ്റെ ഇക്വേഷൻ ഞാൻ ഇവിടെ -IM cos ഒമേഗ ടി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ഉപയോഗിച്ചത്. അത് നമ്മൾ ഡെറൈവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആദ്യത്തെ ഇക്വേഷൻ. നമ്മൾ ഡെറൈവ് ചെയ്ത കോസിന്റെ ടേമിലുള്ള ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത്. കേട്ടോ, ഈ ഇക്വേഷൻ ആണ് ഉപയോഗിച്ചത്. അവിടെ നിന്നാണ് നമ്മൾ സൈൻ്റെ ടേമിലേക്ക് മാറ്റിയത്. അപ്പം ആ സൈൻ്റെ ടേമിലേക്ക് മാറ്റുന്നതിന് മുമ്പുള്ള ഈ ഇക്വേഷൻ -IM cos ഒമേഗ ടി എന്ന് പറയുന്നതാണ് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. വോൾട്ടേജിന്റെ ഇക്വേഷൻ, അപ്ലൈഡ് വോൾട്ടേജിന്റെ ഇക്വേഷൻ VM sin ഒമേഗ ടി. ഇതിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ഇക്വേഷൻ -IM cos ഒമേഗ ടി. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: -VMIM sin ഒമേഗ ടി
cos omega t minus Vm Im sin omega t cos omega t. ഇങ്ങനെ ഒരു റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? sin 2 തീറ്റ ഈസ് ഈക്വൽ ടു 2 sin തീറ്റ കോസ് തീറ്റ എന്ന് കേട്ടിട്ടുണ്ടോ? അത് sin 2 തീറ്റ ഈസ് ഈക്വൽ ടു 2 sin തീറ്റ കോസ് തീറ്റ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, ആരും കേട്ടിട്ടില്ല. ട്രിഗ്നോമെട്രി ഒന്നും പഠിച്ചില്ലേ നിങ്ങൾ? ഷോൺ പഠിച്ചിട്ടുണ്ടോ? പിന്നെന്താ മിണ്ടായിരിക്കുന്നത്? ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഞാനവർക്ക് ഇനിയും നിങ്ങളുടെ സിലബസിൽ നിന്ന് എടുത്ത് കളഞ്ഞോ എന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. sin 2 തീറ്റ ഈസ് ഈക്വൽ ടു 2 sin തീറ്റ കോസ് തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് പകരം എങ്ങനെ എഴുതാം? sin ഒമേഗ ടി കോസ് ഒമേഗ ടിക്ക് പകരം എന്തെഴുതാം? ഈ sin തീറ്റ കോസ് തീറ്റ. അപ്പോൾ ഇവിടെ നമുക്ക് sin ഒമേഗ ടി കോസ് ഒമേഗ ടി എന്ന് എഴുതി. പിന്നെ ഉള്ളത് 2 ആണ്. 2 നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡോട്ട് ഇടാം. അപ്പോൾ അങ്ങനെ ഇക്വേഷൻ എഴുതാം. ഇതിന് പകരം sin 2 ഒമേഗ ടി ഡിവൈഡ് ബൈ 2 എഴുതാമോ? അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്തെഴുതാം? sin 2 ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? മൈനസ് Vm Im ഡിവൈഡ് ബൈ 2 sin 2 ഒമേഗ ടി എന്ന് എഴുതാം. ഓക്കെ, minus Vm Im divided by 2 sin 2 omega t. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് പവറിന്റെ ഇക്വേഷൻ ആയി. എന്താണ് ഇൻസ്റ്റന്റേനിയസ് പവറിന്റെ ഇക്വേഷൻ? മൈനസ് Vm Im ഡിവൈഡ് ബൈ 2 sin 2 ഒമേഗ ടി. അടുത്തത് നമുക്ക് ആവറേജ് പവറിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ആവറേജ് പവർ ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ. ആവറേജ് പവർ ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മളിപ്പോൾ എഴുതിയ ഇക്വേഷന്റെ ആവറേജ് വാല്യൂ എടുക്കണം. ആവറേജ് വാല്യൂ എടുക്കാം. ആവറേജ് വാല്യൂ എടുക്കുമ്പോൾ കോൺസ്റ്റൻസ് മൈനസ് Im Vm ഡിവൈഡ് ബൈ 2 കോൺസ്റ്റന്റ് ആണ് പുറത്തെടുത്ത് നമുക്ക് ആവറേജ് എടുക്കേണ്ടത് എന്തിന് മാത്രമാണ്? sin 2 ഒമേഗ ടി ആണ്. ഇനി sin 2 ഒമേഗ ടിയുടെ വാല്യൂ, ആവറേജ് വാല്യൂ ഓഫ് sin 2 ഒമേഗ ടിയുടെ വാല്യൂ 0 ആണ്. അത് മാത്സിൽ നിങ്ങൾക്ക് അത് പ്രൂവ് ചെയ്യാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തൽക്കാലം നമുക്ക് മാത്സ് പഠിക്കാത്തവർ അത് ഓർത്തിരുന്നാൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാം. ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, since the average of sin 2 omega t over a complete cycle is 0. The average value of sin 2 omega t is 0. Thus the average power supplied to an inductor over one complete cycle is 0. Thus the average power supplied to an inductor over one complete cycle is 0. By inductor in the case, average power 0 ആണ്. ഇൻസ്റ്റന്റേനിയസ് പവറിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്നാൽ ആവറേജ് പവർ, ഇൻഡക്ടർ മാത്രമുള്ള ഒരു സർക്യൂട്ടിലെ പവർ, ആവറേജ് പവർ 0 ആണ്. ഇതാണ് പവറിന്റെ ഇക്വേഷൻ. ഓക്കെ, അടുത്ത എക്സസൈസ് 7.3. NCERT exercise 7.3. A 44 millihenry inductor is connected to 220 volt 50 hertz AC supply. Determine RMS value of the current in the solution. RMS value of current ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ ഇൻഡക്ടറിന്റെ ഇൻഡക്റ്റൻസ് തന്നിട്ടുണ്ട്. അത് മില്ലി ഹെൻറി ആണ്. അത്
ഹെൻറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 44 ഇൻറ്റു 10⁻³ ഹെൻറി എന്ന് കിട്ടും. വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് 220 വോട്ടാണ്. RMS വാല്യൂ ഓഫ് വോൾട്ടേജ് നൽകിയിട്ടുണ്ട് 220 വാട്ട്. ഫ്രീക്വൻസി നൽകിയിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? RMS വാല്യൂ ഓഫ് കറന്റ് കണ്ടുപിടിക്കണം. ഓംസ് ലോ അനുസരിച്ച് I ഈസ് ഈക്വൽ ടു V/R ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? IRMS ഈസ് ഈക്വൽ ടു VRMS ഡിവൈഡ് ബൈ R. റെസിസ്റ്റൻസ് അല്ലേ, ഇൻഡക്ടറിന്റെ കേസിൽ റെസിസ്റ്റൻസ് നമ്മൾ പറയത്തില്ല, പകരം എന്താ പറയുന്നത്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയും. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XL ആണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഇല്ലേ? XLന്റെ വാല്യൂ എത്രയാണ്? ω/L ആണ്. ഒമേഗ. ആംഗുലർ വെലോസിറ്റി ഒമേഗ എന്ന് പറയുന്നത് 2πf ആണ്. നമുക്ക് തന്നിരിക്കുന്നത് ഫ്രീക്വൻസിയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഒമേഗയ്ക്ക് പകരം 2πf എന്ന് കൊടുത്തു. ഇപ്പോൾ എല്ലാം ടേമും നമുക്കറിയാം. VRMS എന്നിട്ടുണ്ട്, F അറിയാം, L അറിയാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അടുത്തത് നമുക്ക് AC വോൾട്ടേജ് അപ്ലൈഡ് ടു എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് ഒരു AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് നമ്മളൊരു ഫേസ് ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു കപ്പാസിറ്റർ അക്രോസ് ആയിട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യാം. ഇവിടെ കപ്പാസിറ്റർ അക്രോസ് ആയിട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് DC വോൾട്ടേജും അപ്ലൈ ചെയ്യുന്നതും AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതും തമ്മിലൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. പിന്നെ കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ടു എ DC സോഴ്സ്, current will flow for the short time required to charge the capacitor. As the charge accumulates on the capacitor plate, the voltage across them increases, opposing the current. That is, a capacitor in a DC circuit will limit or oppose the current as it charges. When the capacitor is fully charged, the current in the circuit falls to 0. അതായത് ഒരു DC സപ്ലൈ ഒരു കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് ഒരു ബാറ്ററി ഒരു കപ്പാസിറ്ററിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും പോസിറ്റീവ് ചാർജസ് എല്ലാം കൂടെ കപ്പാസിറ്ററിന്റെ ഈ പ്ലേറ്റിൽ പോസിറ്റീവ് ചാർജ് എല്ലാം അക്യുമുലേറ്റ് ചെയ്യും, നെഗറ്റീവ് ചാർജ് എല്ലാം ഈ സൈഡിലും അക്യുമുലേറ്റ് ചെയ്യും. അപ്പൊ ഈ സർക്യൂട്ടിലൂടെ എത്ര സമയം കറണ്ട് ഒഴുകും എന്നുള്ളതാണ്. അതായത് ഈ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ഒരു ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റർ ഉണ്ടല്ലോ, അത്രയും ചാർജസ് ഈ പ്ലേറ്റിൽ അക്യൂമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ സർക്യൂട്ടിലൂടെ കറണ്ട് ഒഴുകത്തില്ല. അതായത് പോസിറ്റീവ് ചാർജ് ഇവിടെ നിന്നും ഫ്ലോ ചെയ്ത് ഈ പ്ലേറ്റിൽ വന്ന് അക്യൂമുലേറ്റ് ചെയ്യും. അങ്ങനെ ഈ പ്ലേറ്റിൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന മാക്സിമം ചാർജ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ സെല്ലിൽ നിന്നും പോസിറ്റീവ് ചാർജസ് ഒന്നും ഫ്ലോ ചെയ്യത്തില്ല. അതായത് DC കറണ്ട് നമ്മളൊരു കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്താൽ കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ചെയ്യുന്ന ടൈം വരെ ഈ സർക്യൂട്ടിലൂടെ കറണ്ട് ഒഴുകത്തുള്ളൂ. അതിനുശേഷം സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. എന്നാൽ AC ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ കേസ് ഡിഫറെൻ്റ് ആണ്. AC കൊടുക്കുമ്പോൾ ACയുടെ പ്രത്യേകത എന്താണ്? ACയുടെ പൊളാരിറ്റി പെട്ടെന്ന് ചേഞ്ച് ചെയ്യും. ഒരു ഇൻസ്റ്റന്റിൽ ഇത് പോസിറ്റീവ് പ്ലേറ്റും ഇത് നെഗറ്റീവ് പ്ലേറ്റും ആണ് നമ്മൾ ആകുന്നതെങ്കിൽ അടുത്ത ഇൻസ്റ്റന്റിൽ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവായി മാറും. അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവായി മാറും. അപ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ഇനിഷ്യലി കപ്പാസിറ്റർ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവുമായിരുന്നു. അപ്പോൾ പോസിറ്റീവ് ചാർജ് എല്ലാം ഇവിടെ അക്യുമുലേറ്റ് ചെയ്യും, നെഗറ്റീവ് ചാർജ് എല്ലാം ഇവിടെ അക്യുമുലേറ്റ് ചെയ്യും. അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ACയുടെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇത് നെഗറ്റീവ് ആവുകയും ഇത് പോസിറ്റീവ് ആവുകയും ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ പ്ലേറ്റ് ചാർജ് ആവും. ഇവിടെയെല്ലാം പോസിറ്റീവ് വരും, ഇവിടെയെല്ലാം നെഗറ്റീവ് വരും. അപ്പോൾ ഈ സൈക്കിൾ ചേഞ്ച് ആകുന്നതനുസരിച്ച് ഈ പ്ലേറ്റിന്റെ പൊളാരിറ്റിയും
പ്ലസും മൈനസും ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാ സമയത്തും ഈ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. എ സിയുടെ കേസിൽ കറണ്ട് ഫ്ലോ ചെയ്യും. എന്നാൽ ഡി സിയുടെ കേസിൽ അങ്ങനെയല്ല. ഡി സിയുടെ കേസിൽ കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആകുന്നവരെ ഈ സർക്യൂട്ടിലൂടെ ചാർജസ് ഫ്ലോ ചെയ്യത്തുള്ളൂ. വൺസ് ഈ ഫുള്ളി ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നീട് ഇതിലൂടെയുള്ള കറണ്ട് ഫ്ലോ ഇല്ല. കറണ്ട് ഫ്ലോ അവിടെ ബ്രേക്ക് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് ഒരു എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. കൺസിഡർ എ കപ്പാസിറ്റർ കണക്റ്റഡ് ടു ആൻ എ സി സോഴ്സ് ഇ generating an AC voltage V is equal to Vm sin omega t. Here we are applying an AC voltage V is equal to Vm sin omega t to a capacitor C. Thus, the capacitor is alternatively charged and discharged as the current reverses in each half cycle. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ എന്ത് സംഭവിക്കും? The capacitor is alternately charged and discharged as the current reverses each half cycle. ഓരോ സൈക്കിളിലും അതിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് കപ്പാസിറ്റർ ചാർജ് ആകും, ഡിസ്ചാർജ് ആകും, ചാർജ് ആകും, ഡിസ്ചാർജ് ആകും. അങ്ങനെ ഇത് വേരി ചെയ്തുകൊണ്ട് ഇരിക്കും. ഇനി if Q be the charge on the capacitor at any instant, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് നമ്മൾ എടുക്കുകയാണ്. ആ സമയത്ത് കപ്പാസിറ്ററിലുള്ള ചാർജ് Q ആയിട്ട് നമ്മൾ എടുക്കും. If Q be the charge on the capacitor at any instant, then the potential difference across the plates of the capacitor can be written as Vc is equal to Q by C. Equation അറിയാമല്ലോ. V is equal to Q by C എന്ന ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് കപ്പാസിറ്ററിന്റെ കേസിൽ. അപ്പോൾ ഇവിടെ potential difference across the plates of the capacitor can be written as Vc is equal to Q by C. Vc എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ്, എ സി വോൾട്ടേജിന് ഈക്വലന്റ് ആണ്. അതുകൊണ്ട് വി സി ഈസ് ഈക്വൽ ടു വി എന്ന് എഴുതാം. വിയുടെ വാല്യൂ എന്ന് പറയുന്നത് വി എം സൈൻ ഒമേഗ ടി. അതുകൊണ്ട് വി എം സൈൻ ഒമേഗ ടി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി എന്ന് എഴുതാം. വി എം സൈൻ ഒമേഗ ടി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി. അതിൽ നമുക്ക് ക്യൂവിന്റെ ഇക്വേഷൻ എഴുതാം. ക്യൂ ഈസ് ഈക്വൽ ടു വി എം സി സൈൻ ഒമേഗ ടി. ഓക്കെ, ക്യൂ ഈസ് ഈക്വൽ ടു വി എം സി സൈൻ ഒമേഗ ടി. അപ്പം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ കപ്പാസിറ്ററിൽ ഉള്ള ചാർജിന്റെ ഇക്വേഷനായി. ചാർജ് അറിയാമെങ്കിൽ കറണ്ടിന്റെ ഇക്വേഷനിലോട്ട് എങ്ങനെ പോകണം? ഡി ക്യൂ ബൈ ഡി ടി ആണ് എന്ത്? ഡി ക്യൂ ബൈ ഡി ടി ആണ് കറണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ കറണ്ടിന്റെ ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്യാം. കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി. അപ്പോൾ ഡി ക്യൂ ബൈ ഡി ടി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് വി എം സി സൈൻ ഒമേഗ ടി. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ടൈമിന്റെ ബേസിസിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ടൈമുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാത്ത വാല്യൂസ്, ഡിപ്പെൻഡ് ചെയ്യാത്ത ടേംസ് എല്ലാം കോൺസ്റ്റൻസ് ആണ്. അത് നമ്മൾ പുറത്തെടുത്തു. ഇവിടെ സിയും വി എമ്മും പുറത്തെടുത്തു. ബാക്കിയുള്ളത് ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി. സൈൻ ഒമേഗ ടിയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? സൈൻ ഒമേഗ ടിയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഡി ബൈ ഡി ടി ഓഫ് സൈൻ തീറ്റ എന്തുവാ? അല്ലെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടിയുടെ വാല്യൂ എന്തുവാ? ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ. കോസ് ഒമേഗ ടി എന്ന് കിട്ടും. പിന്നെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒമേഗ എന്ന് കിട്ടും. ഒമേഗ ടിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ എന്ന് കിട്ടും. അങ്ങനെ കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ. അപ്പോൾ സി വി എം കോൺസ്റ്റൻസ് ആണ്, അതങ്ങനെ തന്നെ എഴുതി. ബാക്കി ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ എന്ന് കിട്ടി. ഒമേഗ ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ ഒമേഗ സി വി എം ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് നമുക്കത് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ കറണ്ട് ഇൻഡിക്കേഷൻ ആയി. കറണ്ട് ഇൻഡിക്കേഷൻ ഇത് കോസിന്റെ ടേമിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അതിനെ നമുക്ക് സൈൻ്റെ ടേമിലേക്ക് മാറ്റാൻ പോവുകയാണ്. അതുകൊണ്ട് കോസ് ഒമേഗ ടിയെ സൈൻ്റെ ടേമിലേക്ക് മാറ്റണം. അപ്പോൾ കോസ് ഒമേഗ ടി ഈക്വൽ ടു സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു ആണ്. കോസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു. അപ്പോൾ നമുക്ക് ഈ കോസ് ഒമേഗ ടിക്ക് പകരം സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു എന്ന് എഴുതാം. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ഒമേഗ സി വി എം സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു. ഇനി ഒമേഗ സി വി എമ്മിന് പകരം ഐ എം എന്ന് കൊടുക്കുകയാണ്. അതായത്
പീക്ക് വാല്യൂ ഓഫ് കറണ്ട്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് IM. അപ്പോൾ ഇക്വേഷൻ എന്ത് കിട്ടി? I is equal to IM sin omega t പ്ലസ് പൈ ബൈ 2 എന്ന് കിട്ടി. അപ്പോൾ കറണ്ടിന്റെ ഇക്വേഷൻ ആയി, കപ്പാസിറ്റർ അക്രോസ് ആയിട്ടുള്ള കറണ്ടിന്റെ ഇക്വേഷൻ ആയി I is equal to IM sin omega t പ്ലസ് പൈ ബൈ 2, where IM is omega c Vm. അതിനെ നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. IM is equal to Vm divided by 1 by omega c എന്ന് എഴുതുന്നതിൽ തെറ്റില്ലല്ലോ. omega c Vm നെ Vm divided by 1 by omega c എന്ന് എഴുതാം. ഇനി 1 by omega c ഞാൻ Xc എന്ന് പറയുകയാണ്. What is Xc? Capacitive reactance. Capacitive reactance. അപ്പം ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XL എന്ന് പറഞ്ഞു, അതിനെ ഒമേഗ L ആയിരുന്നു. എന്നാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് 1 by omega c ആണ്. Xc that is equal to 1 by omega c. ഇക്വേഷൻ മറന്നു പോകരുത്. Xc is equal to 1 by omega c. അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാലും ഒരു കപ്പാസിറ്ററിലൂടെ AC കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റും ഡയമെൻഷനും എല്ലാം റെസിസ്റ്റൻസിന്റെ അതേ യൂണിറ്റും ഡയമെൻഷൻസ് തന്നെയാണ്. അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് പുതിയ ടേം മറന്നുപോയതും ഇക്വേഷൻ 1 by omega c. ഇനി ഇവിടെ നമുക്ക് കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് നോക്കിക്കേ. കറണ്ടും വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്തുവരെ നമ്മൾ അപ്ലൈ ചെയ്തത്? V is equal to Vm sin omega t ആണ്. എന്നാൽ കറണ്ടിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയ എന്താണ്? IM sin omega t plus pi by 2. omega t plus pi by 2. അപ്പോൾ ഇവിടെ കറണ്ട് ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കറണ്ട് ലീഡ് ചെയ്യും വോൾട്ടേജിനെ. ഇൻഡക്ടറിന്റെ കേസിൽ കറണ്ട് ലാഗ് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ മാത്രമേ നിങ്ങൾ ചിന്തിക്കാവുള്ളൂ. കറണ്ടിന്റെ ബേസിസിലാണെങ്കിൽ in the case of inductor the current will lag the voltage. In the case of capacitor the current will lead the voltage. Okay. അപ്പോൾ നമുക്ക് ഫേസർ ഡയഗ്രാം വരയ്ക്കാം. ഫേസർ ഡയഗ്രാം വോൾട്ടേജിനെ നമുക്ക് നേരത്തെ വരച്ച രീതിയിൽ തന്നെ വോൾട്ടേജിന്റെ പൊസിഷൻ വരച്ചു. അപ്പോൾ കറണ്ടിന്റെ പൊസിഷൻ, കറണ്ട് ഫേസറിന്റെ പൊസിഷൻ എവിടെ വേണം? പൈ ബൈ 2 ലീഡ് ചെയ്യണം. പൈ ബൈ 2 ലീഡ് ചെയ്യണം. അപ്പോൾ 90 ഡിഗ്രി മുന്നിൽ വേണം നമ്മൾ ഇത് വരയാൻ. കാരണം ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണല്ലോ റൊട്ടേറ്റ് ചെയ്യുന്നത് ഫേസർ ഡയഗ്രാം. അപ്പോൾ പൈ ബൈ 2 ലീഡ് ചെയ്യത്തക്ക രീതിയിലാണ് കറണ്ട് ഫേസറിനെ നമ്മൾ വരയ്ക്കേണ്ടത്. ഇനി ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കാം. ആദ്യം നമുക്ക് വോൾട്ടേജിനെ അങ്ങ് വരച്ചു, ബ്ലൂ ലൈനിൽ വോൾട്ടേജിനെ വരച്ചു. ഇനി കറണ്ടിനെ എങ്ങനെ വരയ്ക്കണം? വോൾട്ടേജ് 0 ആകുമ്പോൾ കറണ്ട് ലീഡ് ചെയ്യണം, 90 ഡിഗ്രി ലീഡ് ചെയ്യണം. അപ്പോൾ അത് പീക്കിലെത്തി. വോൾട്ടേജ് പീക്കിലെത്തിയപ്പോൾ കറണ്ട് 0 ആയി. വോൾട്ടേജ് 0 ആയപ്പോൾ കറണ്ട് നെഗറ്റീവ് പീക്കിലെത്തി. അതുപോലെ വോൾട്ടേജ് നെഗറ്റീവ് പീക്കിലെത്തിയപ്പോൾ കറണ്ട് 0 ആയി. അങ്ങനെ എപ്പോഴും കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്യുന്നുണ്ട്. ഏത് കേസിൽ? കപ്പാസിറ്ററിന്റെ കേസിൽ. അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ കപ്പാസിറ്റർ ടു ദ ഫ്ലോ ഓഫ് AC is called capacitive reactance and this equation is Xc is equal to 1 by omega c. മറന്നു പോയതും XL എന്ന് പറയുന്നത് ഒമേഗ L ആണ്. എന്നാൽ കപ്പാസിറ്ററിന്റെ കേസിൽ Xc എന്ന് പറയുന്നത് 1 by omega c ആണ്. തെറ്റിപ്പോയത്. ഇനി പവർ in a circuit containing capacitor. ആദ്യം നമുക്ക് ഇൻസ്റ്റന്റേനിയസ് പവറിന്റെ ഇക്വേഷൻ എഴുതാം. ഇൻസ്റ്റന്റേനിയസ് പവറിന്റെ ഇക്വേഷൻ P is equal to IV ആണ്. ഐയുടെ ഇക്വേഷൻ IM cos omega t. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച IM cos omega t എന്ന് എഴുതാം ഇൻറ്റു VM sin omega t. അപ്പോൾ IM ഇൻറ്റു VM ഒരുമിച്ച് എഴുതി. പിന്നെ cos omega t sin omega t. cos omega t sin omega t നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞത് 1/2 sin 2 omega t. നമ്മൾ നേരത്തെ അതിന്റെ റിലേഷൻ പഠിച്ചതാണ്. സിമിലർ കേസ് ആയിട്ട് നമുക്ക് IM VM ഡിവൈഡ് ബൈ 2 ഇൻറ്റു sin 2 omega t എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ഇൻസ്റ്റന്റേനിയസ് പവറിന്റെ ഇക്വേഷൻ. ഇനി നമുക്ക് ആവറേജ് പവറിന്റെ ഇക്വേഷൻ എഴുതാം. ആവറേജ് പവർ ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ നമുക്ക് എങ്ങനെ എഴുതാം? ആവറേജ് വാല്യൂ കണ്ടുപിടിക്കണം. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു sin 2 omega t യുടെ ആവറേജ് വാല്യൂ 0 ആണ്. അതുകൊണ്ട് ഈ കേസിലും ആവറേജ് പവർ ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ ഇൻ ദ കേസ് ഓഫ് കപ്പാസിറ്റർ ഈസ് ഓൾസോ 0. ഇൻഡക്ടറിന്റെ കേസിലും ആവറേജ് പവർ 0 ആണ്. കപ്പാസിറ്ററിന്റെ കേസിലും ആവറേജ് പവർ ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ ഈസ് 0. ഈ ക്വസ്റ്റ്യൻ കൂടെ എഴുതിയിട്ട് നമുക്ക് നിർത്താം. NCERT exercise 7.4. A 60 microfarad capacitor is connected to a 110 volt 60 Hz AC supply. Determine the RMS value of current in the circuit. RMS value കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ. കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട്,
60 മൈക്രോ ഫാരഡ് ആണ്. അപ്പോൾ അതിനെ ഫാരഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. 60 × 10⁻⁻6 ഫാരഡ്. വോൾട്ടേജ് എന്നുണ്ട് VRMS എന്നുണ്ട് 110 വോൾട്ട്. ഫ്രീക്വൻസി എന്നുണ്ട് 60 ഹെർട്സ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് RMS വാല്യൂ ഓഫ് കറണ്ട്. കറണ്ടിന്റെ RMS വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? IRMS = VRMS / XC. ഓംസ് ലോ പോലെ തന്നെ ഇവിടെ XC ആണ് റെസിസ്റ്റൻസ് പകരം XC ആണെന്ന് മാത്രം, കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണെന്ന് മാത്രം. അപ്പോൾ IRMS = VRMS / XC. XC എന്ന് പറയുന്നത് 1/ωc ആണ്. ഒമേഗ നമുക്ക് തന്നിട്ടില്ല, പകരം ഫ്രീക്വൻസി ആണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഫ്രീക്വൻസിയുടെ ടേം എഴുതുക 1/2πfc എന്ന് എഴുതുക. എല്ലാ ഡേറ്റയും തന്നുകൊണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. .49 ആംപിയർ കിട്ടും. 2.49 ആംപിയർ. അപ്പോൾ നമ്മൾ ഒരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഒരു AC വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന കറണ്ടിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഫേസ് വല്ലതും ചേഞ്ച് ഉണ്ടോ നോക്കി. ഫേസ് ഒന്നുമില്ല, സെയിം ഫേസ് ആണെന്ന് മനസ്സിലാക്കി. അതിനുശേഷം ഒരു ഇൻഡക്ടറിന്റെ അക്രോസ് ആയിട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്തു, കറണ്ടിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ ഫേസ് ചേഞ്ച് ഉണ്ടോ നോക്കി. ഫേസ് ചേഞ്ച് ഉണ്ട്. കറണ്ട് ലാക്സ് ദ വോൾട്ടേജ്. തെറ്റിപ്പോയത്, കറണ്ട് ലാക്സ് ദ വോൾട്ടേജ് ഇൻ ദ കേസ് ഓഫ് ഇൻഡക്ടർ. പിന്നെ ഒരു കപ്പാസിറ്റർ അക്രോസ് ആയിട്ടുള്ള AC വോൾട്ടേജ് അപ്ലൈ ചെയ്തു, അവിടെ ഒഴുകുന്ന കറണ്ടിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കി? കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ഇൻ ദ കേസ് ഓഫ് കപ്പാസിറ്റർ. പിന്നെ അതിന്റെ ഫേസർ ഡയഗ്രാം, ഗ്രാഫ്, പവർ, രണ്ട് പവർ, ഇൻസ്റ്റന്റേനിയസ് പവർ, ആവറേജ് പവർ. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ആണ് നമുക്ക് ഇതുമായിട്ട് പഠിക്കാനുള്ളത്. ഇനിയും ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്തുള്ള ഒരു സർക്യൂട്ടാണ് അടുത്തത് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.